ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സന്ദീപ് ശശിധരൻ. 2023 പോലീസ് ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. 3 ദിവസത്തെ സമ്മേളനം നാളെ ജയ്പൂരിലെ രാജസ്ഥാൻ ഇന്റർനാഷണൽ സെന്ററിൽ ആരംഭിക്കും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നതിനുള്ള മാർഗരേഖയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. സൈബർ കുറ്റകൃത്യങ്ങൾ, ഭീകരവാദ വെല്ലുവിളികൾ, ഇടതുപക്ഷ തീവ്രവാദം, ജയിൽ പരിഷ്കരണങ്ങൾ തുടങ്ങി വിപുലമായ സുരക്ഷാ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേപ്പാൾ സന്ദർശനം തുടരുന്നു. കാഠ്മണ്ഡുവിൽ 7ാമത് ഇന്ത്യ നേപ്പാൾ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി NB സൌദും അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയും നേപ്പാളും തമ്മിൽ 2 സുപ്രധാന കരാറുകൾ ഇന്ന് ഒപ്പുവച്ചു. വൈദ്യുതി സംബന്ധിച്ച ദീർഘകാല കരാറും ഹൈ ഇംപാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ടുകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചു. സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 802 കോടി രൂപയുടെ 2 സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ട് പ്രതിരോധ മന്ത്രാലയം. ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡുമായി 473 കോടി രൂപയുടെയും ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡുമായി 329 കോടി രൂപയുടെയും കരാറുകളാണ് മന്ത്രാലയം ഒപ്പുവച്ചത്. 2027ഓടെ രാജ്യം പയറുവർഗ്ഗ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ പയറുവർഗ്ഗ കർഷകർക്കായുള്ള പോർട്ടൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അമിത്ഷാ. പോഷക ആഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി രാജ്യം നടത്തുന്ന പോരാട്ടത്തിൽ പയറുവർഗ്ഗങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഗവേഷണം, വിദ്യാർത്ഥി വിനിമയം എന്നിവയ്ക്കായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഏഷ്യ, പസഫിക്, യൂറോപ്പ് മേഖലയിലെ സർവകലാശാലകളുമായി ബന്ധിപ്പിക്കുന്നതിന് ധാരണയായി. ഏഷ്യയിലെയും യൂറോപ്പിലെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക ശൃംഖലയായ ASEM ലൈഫ് ലോങ് ലേണിംഗ് ഹബ് അധ്യക്ഷൻ പ്രൊഫസർ ഡോക്ടർ സീമസ് ഓത്തുവമ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവുമായി നടത്തിയ ചർച്ചയിലാണ് ഇതു സംബന്ധിച്ച് ധാരണയിലെത്തിയത്. കൊല്ലത്ത് നടക്കുന്ന 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവ മത്സരങ്ങൾ വിവിധ വേദികളിൽ പുരോഗമിക്കുന്നു. 59 ഇനങ്ങളിലായാണ് ഇന്ന് മത്സരം നടക്കുന്നത്. ഈ മാസം 8 വരെ നീളുന്ന മേളയിൽ 239 ഇനങ്ങളിലായി 14,000 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് 800 ബസ്സുകൾ സംസ്ഥാനത്തുടനീളം പ്രത്യേക സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. പമ്പയിൽ ചേർന്ന ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലയ്ക്കലിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ പരമാവധി ചെയിൻ സർവീസുകൾ ഉപയോഗപ്പെടുത്തണം. ഇലവുങ്കൽ സേഫ് സോൺ, നിലയ്ക്കൽ, പമ്പ KSRTC ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ മന്ത്രി KB ഗണേഷ് കുമാർ സന്ദർശനം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലും കേശവദാസുപുരം, പട്ടം എന്നിവിടങ്ങളിലുമായിരുന്നു ഇന്നത്തെ പര്യടനം. കൊല്ലത്ത് നാളെ പുനലൂർ നഗരസഭയിലാണ് പര്യടനം. ആലപ്പുഴ ജില്ലയിൽ കുമാരപുരം ഗ്രാമപഞ്ചായത്തിലും കോട്ടയത്ത് വെള്ളൂർ, ചെമ്പ് ഗ്രാമപഞ്ചായത്തുകളിലുമായിരുന്നു ഇന്നത്തെ യാത്ര. ഇടുക്കിയിലെ പാമ്പാടുംപാറയിലും യാത്ര ഇന്നെത്തിച്ചേർന്നു. 2023 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് ചലച്ചിത്ര അക്കാദമി എൻട്രികൾ ക്ഷണിച്ചു. 2023 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ സെൻസർ ചെയ്ത കഥാചിത്രങ്ങൾ, കുട്ടികൾക്കുള്ള ചിത്രങ്ങൾ, 2023 പ്രസാധനം ചെയ്ത ചലച്ചിത്ര സംബന്ധിയായ പുസ്തകങ്ങൾ, ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ച ചലച്ചിത്ര സംബന്ധിയായ ലേഖനങ്ങൾ എന്നിവയാണ് അവാർഡിന് പരിഗണിക്കുക. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ടൂറിസം രംഗത്ത് കുമരകത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കുമരകം കേന്ദ്രീകരിച്ച് വാട്ടർ തീം പാർക്ക് സാധ്യമാക്കുമെന്ന് മന്ത്രി VN വാസവൻ. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വാട്ടർ തീം പാർക്ക് നടപ്പിലാക്കുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് ടൂറിസം ഡയറക്ടറുമായി ചർച്ച നടത്തിയെന്നും മന്ത്രി കുമരകത്ത് പറഞ്ഞു. കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ കേരളം സംരംഭ സൌഹൃദ സംസ്ഥാനമായി മാറുകയാണെന്ന് മന്ത്രി P രാജീവ്. മിഷൻ 1000 പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനവും ഓൺലൈൻ പോർട്ടൽ ലോഞ്ചിങ്ങും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് വിജയം. 2ാം ഇന്നിംഗ്സിൽ 79 റൺസ് ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. 2ാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 176 റൺസിന് പുറത്തായി. ആശുപത്രികളിൽ രക്തത്തിന് അമിതവില ഈടാക്കുന്നത് തടയാൻ നടപടികളുമായി സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. രക്തം വാങ്ങുന്നതിനുള്ള പ്രോസസിംഗ് ഫീസ് ഒഴികെയുള്ള എല്ലാ ചാർജുകളും CDSCO നിരോധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.